പള്ളുരുത്തിയിലെ ശിരോവസ്ത്ര വിവാദത്തിൽ ഹൈബി ഈഡൻ എംപിയെ വിമർശിച്ച് സമസ്ത എപി വിഭാഗം മുഖപത്രം. മധ്യസ്ഥ വേഷം അണിഞ്ഞെത്തിയ എംപി വിദ്യാർത്ഥിനിയെ കുറ്റക്കാരിയാക്കി. സമ്മർദ്ദം ചെലുത്തിയാണ് കുട്ടിയെ ഹിജാബ് ഒഴിവാക്കാൻ സമ്മതിപ്പിച്ചത്. എംപിയിൽ നിന്ന് ഈ നിലപാടല്ല പ്രതീക്ഷിച്ചതെന്ന് സമസ്തയുടെ മുഖപത്രം പറയുന്നു. ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, മുസ്ലിം സമൂഹത്തിലെ വിവിധ സംഘടനകൾക്കിടയിൽ ഈ വിഷയത്തിൽ പൊതുവെ UDF സ്വീകരിച്ച സമീപനത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മുസ്ലിം ലീഗ് അണികളിൽ തന്നെ ചിലർ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രകീർത്തിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. സംഘടനകൾ അവരുടെ നിലപാട് കുറെ കൂടി ഉറക്കെ പറയാൻ പോവുകയാണോ? ഇക്കാര്യത്തിൽ വിവിധ സംഘടനകളുടെ മുഖപത്രങ്ങൾ സുപ്രഭാതവും സിറാജുമൊക്കെ ഇന്ന് എന്ത് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്? അഭിലാഷ്, ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എടുത്ത നിലപാടിനെ മുസ്ലിം സംഘടനകളും മുസ്ലിം വിഭാഗങ്ങളും ഒക്കെ വലിയ സ്വീകാര്യതയാണ്, പിന്തുണയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ സ്ഥലം MP, കോൺഗ്രസ് MP ഹൈബി ഈഡന്റെ ഈ വിഷയത്തിലെ നിലപാടിനെ എതിരെ തുടർച്ചയായി ഇവർ ചോദ്യം ചെയ്യുന്നുമുണ്ട്. സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ MSFന്റെ ദേശീയ നേതാവ് ഉൾപ്പെടെയുള്ളവർ വിദ്യാഭ്യാസ മന്ത്രിയെ പിന്തുണച്ചുകൊണ്ട്, അനുകൂലിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഇത് ഒരർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമുണ്ടായി. സ്വന്തം അണികൾ പോലും സർക്കാരിനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സെൻസിറ്റീവായ വിഷയത്തിൽ പിന്തുണയുമായി രംഗത്ത് വരുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിനെ ഒരു പ്രതിസന്ധിയിലാക്കി ആക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ട ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ പരോക്ഷമായി അല്ലെങ്കിൽ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തത്, അഭിനന്ദിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിനൊപ്പം തന്നെയാണ് ഈ ലീഗ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. കോൺഗ്രസ് മൗനം പാലിക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെയുള്ള നിലപാടുകളെ മുസ്ലിം സംഘടനകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ലീഗ് വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെയാണ് ഇന്ന് സമസ്ത മുഖപത്രം, സമസ്ത AP വിഭാഗത്തിന്റെ മുഖപത്രം, ഇന്നലെ സമസ്ത EK വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതവും ശക്തമായ എഡിറ്റോറിയലിലൂടെ ഹൈബി ഈഡന്റെ നിലപാടിനെ ചോദ്യം ചെയ്തും വിദ്യാഭ്യാസ മന്ത്രിക്ക് പിന്തുണ അർപ്പിച്ച രംഗത്ത് വന്നിരുന്നു. ഇന്ന് സമസ്ത AP വിഭാഗത്തിന്റെ മുഖപത്രവും സമാനമായ രീതിയിൽ മധ്യസ്ഥ ശ്രമം നടത്തി ഒരു വിഭാഗത്തെ വർഗീയവാദികളായി ചിത്രീകരിക്കാനാണ് ഹൈബി ഈഡൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരികയാണ്. സമാനമായ ചിന്തയാണ് മറ്റു മുസ്ലിം സംഘടനകൾക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.